ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഞാനിന്ന് നെയ്ച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ റെസിപ്പി നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. വീട്ടിൽ ഗസ്റ്റ് എങ്ങാനും വന്നാൽ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിനായിട്ട് പാത്രത്തിൽ 2 സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നെയ്യ് ഒഴിക്കുക. ഞാൻ RKGയുടെ നെയ്യാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് നെയ്യാണെങ്കിലും കുഴപ്പമില്ല. 2 സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടായതിന് ശേഷം ഒരു നല്ല എണ്ണയും നെയ്യും കൂടെ ചൂടാവണം കേട്ടോ. ചൂടായതിന് ശേഷം സ്പൈസസ് ഒക്കെ ഇടുക. നമ്മളിവിടെ പട്ട, ഗ്രാമ്പ്, ഏലക്ക 3 കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിട്ട് നന്നായി പൊട്ടിത്തെറിച്ചതിന് ശേഷം ഒരു സവാള ഇടുക. സവാള ഇട്ടിട്ട് നല്ലതുപോലെ വഴറ്റുക. വഴറ്റി ഒരുവിധം കളർ മാറിയതിന് ശേഷം മല്ലിയിലയും പുതിനയിലയും കൂടി ഇടുക. അതും കൂടി ഇട്ട് അത്യാവശ്യം നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം 1 സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇടുക. എന്നിട്ട് 1.5 സ്പൂൺ തൈര് ഒഴിക്കുക. അത് നല്ലതുപോലെ അത്യാവശ്യം വഴണ്ട് വരണം കേട്ടോ. കളർ മാറരുത്. ഒരു 2 മിനിറ്റ് വഴണ്ട് വന്നതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പിട്ടിട്ട് ഒരു പാത്രം അരിക്ക് 1.5 പാത്രം വെള്ളമാണ് ഇവിടെ വെക്കുന്നത്. ഞാൻ വെള്ളം നേരത്തെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചവെള്ളം ഒഴിക്കുകയാണെങ്കിൽ പച്ചവെള്ളം ഒഴിക്കാം. ഞാനിവിടെ ചൂടുവെള്ളം വേഗം ആവാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം ഒഴിച്ചിരിക്കണേ. വെള്ളം ഒഴിച്ചിട്ട് ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് വെച്ചത് ഒഴിക്കുക കേട്ടോ. പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചോറ് ഒന്നിനൊന്നും ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒഴിക്കുന്നത്. അതിനുശേഷം വെള്ളം തിളച്ചതിന് ശേഷം അരി ഇടുക കേട്ടോ. അരി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മൂടി വയ്ക്കുക. മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. നമ്മളിതാ ഈ പരുവത്തിലാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മൂടി വെച്ചിട്ട് എന്തെങ്കിലും വെയിറ്റ് വെക്കണം കേട്ടോ. അടുപ്പ് തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ അടിപൊളി നെയ്ച്ചോറ് റെഡി ആയിട്ടോ. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സാധനമാണ്. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ വറുത്തിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നെയ്യിൽ. ഞാനത് ചെയ്തില്ല കേട്ടോ. പിള്ളേർ കഴിക്കാത്തത് കൊണ്ട് ഞാനിവിടെ അണ്ടിപ്പരിപ്പ് ഇടാറില്ല, നെയ്യ് മാത്രമേ ഒഴിക്കാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചില്ലിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണേ, ഞാനത് വീഡിയോ എടുത്തിടാം. ഞാനിവിടെ ഗ്രേവി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചില്ലി പൊരിച്ചും വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നെയ്ച്ചോറും കൂടെ ആയിക്കോട്ടെ പറഞ്ഞിട്ടാണ് വേഗം വെച്ചത്. 20 മിനിറ്റ് ഉണ്ടെങ്കിൽ ധാരാളമോ കേട്ടോ. അരി കുത്തുന്ന സമയം ഉണ്ടെങ്കിൽ അടിപൊളിയായി. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.